Hello friends, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സേമിയ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കസ്റ്റാർഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൂട്ട്സ് കസ്റ്റാർഡ് തയ്യാറാക്കുന്ന പോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് സേമിയ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നതാണ് സേമിയ ഡ്രൈ ഫ്രൂട്ട്സ് കസ്റ്റാർഡ്. വെൽക്കം ടു മൈ ചാനൽ വിവി അച്ചുഹം. ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് റോസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ ഒരു 1.5 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ തിളപ്പിക്കുന്ന സമയം കൊണ്ട് ഞാനൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെക്കുക. ഇതൊന്ന് മാറ്റി വെക്കുക. നമ്മുടെ പാലിവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളയ്ക്കുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് മതിയാവും. സേമിയ നല്ലതുപോലെ വെന്ത് കിട്ടും. 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കസ്റ്റർഡ് പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് കസ്റ്റർഡിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. സേമിയ ഇപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സേമിയ വെന്തോന്നറിയാൻ വേണ്ടി ഒരു സേമിയ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 കട്ടായിട്ട് കിട്ടും, മുറിഞ്ഞ് കിട്ടും. നമുക്കപ്പം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മധുരം ഏത് അളവിൽ വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റോളം തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് തിക്കാവണ്ട. കസ്റ്റർഡ് നമ്മൾ വളരെ 2 സ്പൂണേ എടുത്തിട്ടുള്ളത് കൊണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാടൊന്നും തിക്കായിട്ട് കിട്ടത്തില്ല. ഈ ഒരു പരുവായാൽ മതിയാവും. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വീതമാണ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത്. ബദാം ഒരു 1/4 കപ്പ്, കാഷ്യൂനട്ട് ഒരു 1/4 കപ്പ്, പിസ്ത ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാം അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കസ്കസാണ്. കസ്കസ് കൂടി ചേർത്ത് കൊടുത്ത് ഡ്രൈ ഫ്രൂട്ട്സും സേമിയയും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡെസേർട്ട് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കസ്റ്റേർഡ് സേമിയ ഡ്രൈ ഫ്രൂട്ട്സ് ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.